ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. കൊല്ലവർഷം 1199 കുംഭമാസം 23 2024 മാർച്ച് മാസം 7 ബുധൻ അതിൻ്റെ നീചരാശിയായ മീനൻ രാശിയിൽ പ്രവേശിക്കുന്നു. മീനമാസം 12 വരെ, അതായത് 2024 മാർച്ച് മാസം 25 വരെ മീനൻ രാശിയിൽ നീചസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ബുധൻ ബലമില്ലാത്ത അവസ്ഥയിൽ സഞ്ചരിക്കുമ്പോൾ 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് 3ഉം 6ഉം ഭാവാധിപനായ ബുധൻ നീചരാശിയിൽ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ദുർബുദ്ധി മൂലം ധനനഷ്ടവും ത്വക് സംബന്ധമായ അസുഖം അലട്ടുകയും എന്തു കാര്യത്തിനും തടസ്സം നേരിടുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ വേണം. വാഹനത്തിന് അറ്റകുറ്റപ്പണി ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഊഹക്കച്ചവടത്തിൽ ലാഭം കുറയും. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കുറയുന്നതാണ്. ഗൃഹസൗഖ്യം കുറയും. കുടുംബാംഗങ്ങളുടെ അനൈക്യം മനസ്സ് വിഷമിപ്പിച്ചേക്കാം. പ്രശ്നപരിഹാരത്തിന് വഴികൾ തെളിഞ്ഞു കിട്ടണമെന്നില്ല. നിത്യവേതനമുള്ള ജോലി, കരാർ പണികൾ എന്നിവയിലേർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരുവിധം മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നതാണ്. ഇടവക്കൂറ്, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി. ഈ രാശിക്കാർക്ക് ബുധൻ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ധാരാളം പണം ചെലവഴിക്കേണ്ടി വരും. പലതരം സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും. ഏത് കാര്യവും സൂക്ഷിച്ച് ചെയ്യേണ്ട സന്ദർഭമാണ്. വ്യവഹാരങ്ങളിൽ വിജയിക്കാൻ കാത്തിരിക്കേണ്ടി വരും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു. ഇടയ്ക്കിടെ മടിയും നിരുന്മേഷതയും പിടികൂടാം. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ വേണ്ടിവരാം. മിഥുനക്കൂറ്, മകയിര അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ. ഈ രാശിക്കാർക്ക് ബുധൻ ലഗ്നാധിപനും 4ാം ഭാവാധിപനുമാകയാൽ പലവിധ ഗുണഫലങ്ങളും സിദ്ധിക്കും. ദേഹസുഖവും ധനലാഭവും ഭൂമി, വാഹനം എന്നിവയിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭിക്കുകയും ചെയ്യും. മാതൃതുല്യരായവരിൽ നിന്ന് ധനാഗമമുണ്ടാവും. സുഹൃത്തുക്കളുടെ സഹായം യഥാസമയത്ത് ലഭിക്കും. ദൗത്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാനാവും. പദവിയിൽ ഉയർച്ചയുണ്ടാവും. ഊഹക്കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. സങ്കീർണമായ പ്രശ്നങ്ങൾ സമർത്ഥമായി പരിഹരിക്കാൻ പറ്റും. കർക്കിടകക്കൂറ്, പുണർദ അവസാന പാദം, പൂയം, ആയില്യം. ഈ രാശിക്കാർക്ക് 12ഉം 3ഉം ഭാവാധിപനായ ബുധൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ സഹോദരന്മാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. ബിസിനസ്സുകാർ വലിയ മുതൽ മുടക്കുകൾക്കും കടം വാങ്ങി കച്ചവടം നടത്തുന്നതിനും ഇപ്പോൾ അനുകൂലമായ സമയമല്ല. ഉദ്യോഗസ്ഥർ ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കുന്നത് അധികാരത്തിൽ ഇരിക്കുന്നവരെ പ്രകോപിപ്പിച്ചേക്കാം. കുടുംബജീവിതത്തിൽ അനുരഞ്ജനം അനിവാര്യമായി വരും. ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് 11ഉം 2ഉം ഭാവാധിപനായ ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പലവിധ അഭീഷ്ടസിദ്ധിയുണ്ടാവും. സന്താനം മൂലം ഗുണഫലവും കളത്രമുഖേന സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. നൂതന വസ്ത്രലാഭവും കുടുംബസൗഖ്യവും ഉണ്ടാവും. കുടുംബാംഗങ്ങളുമായി ഉല്ലാസയാത്രകൾ, വിരുന്നുകൾ എന്നിവയുണ്ടാവാം. മത്സരങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടുവാൻ കഴിഞ്ഞേക്കും. ബന്ധുക്കളുടെ പിന്തുണ ആത്മവിശ്വാസമേകും. ചെലവധികരിക്കുമെങ്കിലും ന്യായമായ വഴികളിലൂടെ ധനം വന്നു ചേരുന്നതാണ്. കന്നിക്കൂറ്, ഉത്രമുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. ലഗ്നാധിപനും 10ാം ഭാവാധിപനുമായ ബുധൻ 7ാം ഭാവത്തിൽ നീചത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഭാര്യാഭർത്തൃ കലഹവും ദൂരദേശ സഞ്ചാരവും ഉണ്ടാവും. സാമ്പത്തിക സ്ഥിതി നേരിയ തോതിൽ മെച്ചപ്പെടും. വ്യാപാര രംഗത്ത് നിരുന്മേഷത പ്രകടമാകും.
ദേഹക്ലേശം അനുഭവപ്പെടും. നിഷ്പ്രയോജനമായ യാത്രകൾ ഉണ്ടാവും. കരുതൽ ധനം ചെലവിനായി സ്വീകരിക്കേണ്ടി വരും. ഊഹക്കച്ചവടത്തിന് മുതിരരുത്. സാഹസകർമ്മങ്ങളും ഈ സമയത്ത് നല്ലതല്ല. തുലാക്കൂറ് ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം മുക്കാൽ. 12ഉം 9ഉം ഭാവാധിപനായ ബുധൻ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അഭീഷ്ടസിദ്ധിയും മനസന്തോഷവും ഉണ്ടാവും. വ്യാപാരത്തിൽ വലിയ മുതൽ മുടക്കുകൾ ചെയ്യാതെ ഉള്ളതുകൊണ്ട് വിപണനം നടത്താൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ അനുകൂലമാകും. വ്യാപാര രംഗത്ത് പുതുശൈലികൾ കൊണ്ടുവരുവാൻ ശ്രമം നടത്തും. ചില കിട്ടാക്കടങ്ങൾ ഭാഗികമായിട്ടെങ്കിലും വന്നു ചേരും. ജോലിയിൽ കാത്തിരുന്ന പ്രമോഷൻ ലഭിക്കുവാൻ സാധ്യത കാണുന്നു. വൃശ്ചികക്കൂറ് വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. അഷ്ടമാധിപനും 11ാം ഭാവാധിപനുമായ ബുധൻ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മനക്ലേശവും സ്വജനവിയോഗവും ഉണ്ടാവും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വൈദ്യസഹായം സ്വീകരിക്കാൻ അമാന്തിക്കരുത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത വരാം. ജോലി നഷ്ടപ്പെട്ടതുമൂലം വിഷമിക്കുന്നവർക്ക് പുതിയ മാർഗങ്ങൾ തുറന്നു കിട്ടും. ഭൂമി സംബന്ധിച്ചുണ്ടായ തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാവും. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് 7ഉം 10ഉം ഭാവാധിപനായ ബുധൻ 4ാം ഭാവത്തിൽ നീചത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബസൗഖ്യവും ധനലാഭവും കർമ്മഗുണവും ജോലിയിൽ ഉയർച്ചയും ഉണ്ടാവും. വാഹനം, ഗൃഹോപകരണങ്ങൾ എന്നിവ വാങ്ങുവാൻ സാധ്യത കാണുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി അന്യദേശത്തെ ആശ്രയിക്കേണ്ടി വരാം. മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും മെച്ചപ്പെടും. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പ്രതീക്ഷിക്കാത്ത പിൻബലം ലഭിക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവും. മകരക്കൂറ് ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. 6ഉം 9ഉം ഭാവാധിപനായ ബുധൻ 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അകാരണ ഭയവും കർണസംബന്ധമായ അസുഖവും സഹോദര ഗുണക്കുറവും ഉണ്ടാവും. അനാവശ്യ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. തൊഴിൽ രംഗത്തെ അശാന്തതകൾ എന്ന് തീരുമെന്ന ഉത്കണ്ഠയ്ക്ക് ഭാഗികമായി ശരി ഉത്തരം കിട്ടും. ബിസിനസ്സുകാർക്ക് ചെറിയ ലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് വേതന വർധനവ് ഉണ്ടാവുന്നതാണ്. നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ബുദ്ധിപരമാവില്ല. വലിയ പണം മുടക്കില്ലാത്ത തൊഴിലുകൾ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ. ഈ രാശിക്കാർക്ക് 5ഉം 8ഉം ഭാവാധിപനായ ബുധൻ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പലവിധത്തിൽ ധനലബ്ധി ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും. ഊഹക്കച്ചവടത്തിൽ ചെറിയ തോതിൽ വിജയമുണ്ടാവും. ബിസിനസ് വിപുലീകരണം കുറച്ചൊക്കെ വിജയത്തിലെത്തിക്കാൻ പറ്റും. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നതാണ്. നവസംരംഭങ്ങൾക്ക് ബന്ധുമിത്രാദികളുടെ പ്രോത്സാഹനം ലഭിക്കുന്നതാണ്. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. 4ഉം 7ഉം ഭാവാധിപനായ ബുധൻ ജന്മത്തിൽ നീചത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അന്യദേശവാസവും ബന്ധുകലഹവും ദ്രവ്യനാശവും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. വ്യാപാര രംഗത്ത് സ്വീകരിച്ച പുതിയ പരീക്ഷണങ്ങൾ വിജയത്തിലെത്താൻ കാലതാമസം നേരിടും. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് അയവുണ്ടായേക്കാം. വ്യവഹാരങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും. കരാർ പണികൾ പുതുക്കിക്കിട്ടുന്നതാണ്. സർക്കാർ നടപടികൾ അനുകൂലമായി തീരും. ബുധൻ നീചത്തിൽ ബലമില്ലാതെ സഞ്ചരിക്കുന്നതിനാൽ ദോഷപരിഹാരമായി അവതാര വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തിക്കൊള്ളുക.